ഗുഡ് മോർണിംഗ്. എന്താണ് വന്ധ്യത? വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മറ്റ് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ 1 വർഷം സെക്സിൽ ഏർപ്പെട്ട ശേഷവും കുട്ടികളാകുന്നില്ലെങ്കിലാണ് നമ്മൾ വന്ധ്യത എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. 1 വർഷം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഡോക്ടറെ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. 1 വർഷം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുമ്പോൾ 1 വർഷത്തിന് ശേഷം 85% ദമ്പതികൾ കൺസീവ് ചെയ്യും എന്നാണ് കണക്ക്. ബാക്കിയുള്ള 15%-ൽ പകുതി പേരും 2-ാം വർഷത്തിനുള്ളിൽ കൺസീവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ 1 വർഷം എന്നൊരു കണക്ക് വെക്കുന്നത്. ഇനി 1 വർഷം വരെ വെയിറ്റ് ചെയ്യണോ? എല്ലാവരും 1 വർഷം വരെ വെയിറ്റ് ചെയ്യണോ? വേണ്ട. ദമ്പതികളിൽ ഭാര്യയ്ക്ക് 35 വയസ്സിൽ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? അണ്ടങ്ങളുടെ അഥവാ മുട്ട എഗ്ഗിന്റെ നമ്പർ കുറയാൻ സാധ്യതയുണ്ട്, കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വേഗം കാണിക്കണം. ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, ക്രമം തെറ്റിയ ആർത്തവം, പിന്നെ ഓവറിയിലോ ട്യൂബിലോ എന്തെങ്കിലും സർജറി ചെയ്ത സ്ത്രീകളാണെങ്കിൽ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ പോളിസിസ്റ്റിക് ഓവറിയോ അങ്ങനെയുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചവരാണെങ്കിൽ, എൻഡോക്രൈനോപ്പതീസ് ലൈക്ക് തൈറോയിഡിന്റെ അസുഖങ്ങൾ, ഡയബറ്റിസ് ഇങ്ങനത്തെ അസുഖങ്ങൾ വല്ലതും ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ദമ്പതികൾ കഴിയുന്നതും വേഗം, അതായത് ഒരു കല്യാണം കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിലെങ്കിലും ഡോക്ടറെ കാണിക്കണം. അതുപോലെ പുരുഷന്മാർക്ക് അൺഡിസെൻഡഡ് ടെസ്റ്റിസിന്റെയോ ഹെർണിയയുടെയോ അങ്ങനെ വല്ല സർജറിയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള എൻഡോക്രൈനോപ്പതി, ഡയബറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ വേഗം കാണിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാത്തവർക്ക് 1 വർഷം വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്.